ഭയമുണ്ട്, എന്ത് സംഭവിക്കുമെന്നുള്ള ഭയമുണ്ട്. പക്ഷേ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നമ്മുടെ മതേതര മൂല്യങ്ങളെ തകർക്കാൻ പറ്റില്ല. ഒരു ഫാസിസത്തിനും തകർക്കാൻ പറ്റില്ല. നമുക്ക് വലിയ മതേതര മൂല്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. പാശ്ചാത്യ നാടുകളിലെ മതേതരത്വം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇന്ത്യയിലെ മതേതരത്വം പാശ്ചാത്യ നാടുകളിൽ വിമർശിക്കപ്പെടുന്ന മതേതരത്വവുമായി ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല, എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഇൻക്ലൂസീവായ ഒന്നാണ് ഇന്ത്യയുടെ മതേതരത്വം. നമുക്ക് അവരവർ ഇഷ്ടപ്പെടുന്ന അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സ്വന്തം സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ അവകാശത്തിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയും, മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന മതേതരത്വത്തിനുള്ള ഒരു മോഡലാണ് ലോകത്തിന് മുഴുവനുള്ളത്. കാരണം അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. പ്രവാചകൻ ഭരണഘടന ഉണ്ടാക്കിയത് ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല, ഇസ്ലാമിനും ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഒരുമിച്ച് അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥനകൾ നടത്താൻ, അവർക്ക് മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയായിരുന്നു അത്. ആ അന്തസ്സത്തെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്തൊരു സ്വാതന്ത്ര്യ സമരമാണ്. കാരണം അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി കൂടി നടത്തിയ, സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു, അല്ലേ? അതാണ് വ്യത്യസ്തമാകുന്നത്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹത്തെ ജീവിതത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ സമരമാണ്. ഔട്ട്കാസ്റ്റ് എന്ന് വിമർശിക്കപ്പെട്ടിരുന്ന, ജാതിയിൽ പോലും ഇല്ലാതിരുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, എല്ലാ മതവിശ്വാസികളെയും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടമായിരുന്നു അത്. അതിൻ്റെ പ്രോഡക്റ്റാണ്, അതിൻ്റെ ഉൽപ്പന്നമാണ്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന